അടുത്തൊരു മാസേ നമ്മളുടെ അടുക്കള ഭരിക്കാൻ പോണ ഒരു മുതലാണല്ലോ അല്ലേ ഈ ഒരു നൈസ് പത്തിരി. നൈസ് പത്തിരിയും നല്ല ബീഫ് വരട്ടും. ആഹാ, അതൊരു വല്ലാത്തൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, നൈസ് പത്തിരിയുടെ റെസിപ്പിയാണോ അതോ ബീഫിന്റെ റെസിപ്പിയാണോ? നമ്മുടെ പത്തിരി തന്നെ, പത്തിരിന്റെ റെസിപ്പി ആട്ടാ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് ചേർത്തിട്ട് നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണ്ടിട്ട് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ എന്തെങ്കിലും ഒരു പൊടിയോ ചേർത്ത് കൊടുക്കുക. നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കണം. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഒരു തലയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പറ്റുമെങ്കിൽ ആ ഒരു ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് കുഴച്ച് കൊടുക്കണം. ചൂടാറി കഴിഞ്ഞാലൊന്നും വലിയ സുഖമൊന്നും ഉണ്ടാവുന്നില്ല. ഇത് കുഴച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ കുറേശ്ശെ വെള്ളം കൊണ്ട് ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. നമ്മളുടെ മാവ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരണനുസരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബബിൾ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ആ ഒരു സമയം വരെ നമ്മളിത് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പത്തിരി കിട്ടുകയും ചെയ്യും. ഇനി അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇനി ഇതിന് ഓരോന്നിനെ നമ്മുടെ ആ ഒരു പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് അതങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഡയറക്റ്റ് ഇപ്പം തന്നെ അങ്ങോട്ട് ചുട്ടു കൊടുക്കുക. പക്ഷെ നമുക്ക് പരത്തി എടുത്താണ് ശീലം. അപ്പോൾ അത് ആ 2 സൈഡും പൊടി മുക്കിയിട്ട് നല്ല നൈസായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക. ഇനി എന്താ പത്തിരി ചുട്ടുകൂടെ കഴിഞ്ഞാൽ സംഭവം റെഡി ആയില്ലേ. ഇവിടെയൊക്കെ പത്തിരി കഴിക്കണമെങ്കിലേ തേങ്ങാപ്പാൽ അത് നിർബന്ധ. അപ്പോൾ ഇതാ പത്തിരിയും തേങ്ങാപ്പാലും പിന്നെ കറിയായിട്ട് നമ്മുടെ ബീഫ് ആട്ട വെച്ചിരിക്കുന്നത്. നോമ്പ് പ്രമാണിച്ചിട്ടേ ഇന്ന് ഫുട്ബോൾ കളിക്കാരുടെ ഒക്കെ കലാശക്കൊട്ടായിരുന്നു. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ കളിയുള്ളൂ. അപ്പോൾ ഈ ബീഫ് വരട്ടൊക്കെ നേരെ ആ ഒരു ഗ്രൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ആ ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പം ശരി.